ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ആ പ്രൊമോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ മനസ്സിലാകും ആരാണ് ഔട്ടായത് എന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നയാളല്ല ഔട്ടായത് എന്നും ഞാൻ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ചെറിയൊരു ഹിന്റ് മാത്രമാണ്. എന്നാൽ നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ ആ ഹിന്റുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു പ്രമോല് എനിക്ക് തോന്നിയിരിക്കുന്നത് ആദിലയാണ് ഔട്ടായത് എന്നാണ്. പക്ഷേ അവിടെയും സംശയമുണ്ട്. ആരാണ് ഔട്ടായത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവരുടെ കളി അങ്ങനെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ആദില ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മാനസികപരമായിട്ട് അത് വലിയൊരു ടെൻഷൻ ഇന്നലെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കപ്പ് 100ക്ക് കിട്ടത്തില്ല എന്നറിഞ്ഞപ്പോൾ മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷനും വെറുപ്പും വൈരാഗ്യവും ഇങ്ങനെ വന്നിട്ട്, അതായത് മാനസിക നില തെറ്റിപ്പോകുന്ന തരത്തിലാണ് ഇന്നലെ ആ യുവതിയെ നമ്മൾ കണ്ടത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് വിഷം എന്നൊക്കെ പറയുന്നില്ല, ഇങ്ങനെ കാളകൂടെ വിഷമാണ്, ഇങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടിരിക്കില്ലേ, അതാണ് ചെയ്യുന്നത്. അതായത് ആ മുഖഭാവവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഭയം തോന്നിപ്പോകും. അമ്മാതിരി ശത്രുതയോട് കൂടിയിട്ട്, അതായത് ഇത് കിട്ടിയില്ലെങ്കിൽ ഞാനിവിടെ എന്തെങ്കിലും ചെയ്യും എന്നുള്ളത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആ ഒരു സ്ത്രീക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതായത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ് ഇവരുടെ ജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഇവർ സന്തോഷകരമായിട്ടല്ല ജീവിക്കുന്നത്. അവർ വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ്. പക്ഷെ ഇതാരും അറിയുന്നില്ല. ഒരാൾക്ക് പോലും ഇതറിയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും 100 പുറത്ത് പറയണമെന്നുണ്ട്, പക്ഷെ 100ക്ക് കഴിയുന്നില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദിലയുടെ വലിയ ആഗ്രഹം തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും 100നെ കൊണ്ട് ഫസ്റ്റ് അടുപ്പിക്കണം. ആ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളികൾ പരമാവധി കളിച്ചു. ഇന്നലെ ഇപ്പോഴും തന്നെ ഈ ഷാനവാസ് എന്ന് പറയുന്നവനും അനുമോളും നെഗറ്റീവ് ആകാൻ ഏറ്റവും വലിയ കാരണക്കാരായ ഈ ആദില 100മാരുടെ കൂടെ ചേർന്നുകൊണ്ടാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത്രയും നല്ല കളിക്കാരനായിരുന്നു ഷാനവാസ്. ഇന്നൊരു പക്ഷേ എന്ന് പറഞ്ഞാൽ അനുമോളെ കാട്ടിയും മനീഷയെ കാട്ടിയൊക്കെ മുന്നിൽ നിൽക്കേണ്ട ഒരു വ്യക്തി ഷാനവാസ് തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഷാനവാസ് ശരിക്കും പറഞ്ഞ് കലം കൊണ്ട് ഇട്ടുടച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഷാനവാസ് ആണോ, അല്ലെങ്കിൽ നെവിനാണോ, ഇല്ലെങ്കിൽ അക്ബർ ആണോ? അക്ബറിനെ പുറത്താക്കത്തില്ല. അക്ബറിനെ ഒരു കാരണവശാലും പുറത്താക്കത്തില്ല. അപ്പോൾ ആദിലയാണോ? ആദിലയാകാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? ചിലപ്പോഴേ നെവിനായിരിക്കാം, ചിലപ്പോഴേ ഷാനവാസ് ആയിരിക്കാം, പറയാൻ പറ്റൂല. അതായത് ബിഗ് ബോസിന്റെ കളികളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദില പോയി കഴിഞ്ഞാൽ 100ക്ക് വോട്ട് കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വോട്ടും ഇല്ല. അതായത് ഇവറ്റകൾക്കൊന്നും ഒരു വോട്ട് പോലും ആരും ചെയ്യത്തുമില്ല. ഇവറ്റകൾക്ക് വോട്ടും ഇല്ല. ഇവറ്റകൾ പിന്നെ എങ്ങനെയാണ് നിന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തോ സ്വാധീനം ഉപയോഗിച്ചിട്ട് നിന്നു പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കൊണ്ടൊന്നും ഇവർ നിൽക്കത്തില്ല. പിന്നെ ഇവരുടെ ആ ഒരു ചേഷ്ടകളും കാര്യങ്ങളും ഭാവങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ വെറുക്കുന്നതല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇവറ്റകളെ സ്നേഹത്തോടു കൂടിയിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇന്നലത്തോട് കൂടിയിട്ട് ഇവറ്റകളുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്. അതായത് എങ്ങനെയായിരിക്കരുത് ഒരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ആദില എന്ന് പറയുന്ന സ്ത്രീ. അതായത് കൃത്യമായിട്ട് അവർ ആ ഒരു അച്ഛനമ്മമാരോടുള്ള വെറുപ്പ് അതൊക്കെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒറിജിനലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതായത് സ്വന്തം അച്ഛനെയും അമ്മയെയും വരെ ഇങ്ങനെ വെറുത്ത് ആകമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷങ്ങൾ അതാണ് കുത്തി നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിനോട് ഒരു ഇതില്ല, അല്ലെങ്കിൽ സമൂഹത്തിനോടൊരു കടപ്പാടില്ല, ഒന്നുമില്ല. സമൂഹത്തിൽ എന്തൊക്കെ നെറുകേട് കാണിക്കാൻ പറ്റും അതൊക്കെ കാണിക്കുകയും ചെയ്യും. അതാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് കട്ടപ്പിയൊന്നല്ല, ഇത് കട്ടപ്പിയും കിട്ടപ്പിയൊന്നല്ല. അതായത് തനിക്ക് വേണ്ടിയിട്ട് തനിക്ക് എന്തെങ്കിലും സ്വന്തമാക്കണം തോന്നിക്കഴിഞ്ഞാൽ താൻ എന്തും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു വേരിയേഷനാണ് ഈ ആദില എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അവിടെ ശരിക്കും സ്ത്രീ ഒരു എന്താ പറയേണ്ടത്, ഒരു മൂർത്തിഭാവം എന്ന് പറയുന്നത് ഈ സ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിനെ പുറത്ത് വിടുക തന്നെ വേണം ബിഗ് ബോസ്. അത്രയും പെട്ടെന്ന് പുറത്ത് വിടണം. കാരണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ 2-3 ദിവസം ഒന്നും പറഞ്ഞ കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് ബിഗ് ബോസിലെ പല അനീതികളും നടന്നിട്ടുണ്ട്. ആ അനീതി നമ്മൾ കാണാത്ത അനീതികൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ആദിലേൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. ആദിലയാണ് ശരിക്കും അനീഷിനെ അടിച്ച് താഴെയിട്ടത് എന്നുള്ളതാണ്. നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷേങ്കിൽ അക്ബർ ഒരു പ്രാവശ്യം പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തേഞ്ഞു ഒട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിമിഷത്തിൽ ഇപ്പോൾ 3-4 ദിവസമാണെങ്കിലും ഈ ആദിലയെ എത്രയും പെട്ടെന്ന് പുറത്താക്കുന്നതാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ അവിടെ മറ്റു പല അനർത്ഥങ്ങളും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ മറ്റു പലതും നടക്കും.
കാരണം അത്രയും ദേഷ്യത്തിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് ഇത് ആ മുഖഭാവമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, ആ കണ്ണീരൊന്നല്ല, ആ കണ്ണീരിലെ തീയാണ് വരുന്നത്, കണ്ണിൽ നിന്നും വരുന്നത് തീയാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാകാത്ത ഒരു വ്യക്തിയാണ് അനുമോള് എന്ന് നിങ്ങൾ കരുതണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോള് ഇതെല്ലാം മനസ്സിലായ ടീമാണ്. അനുമോൾക്ക് ഇവരെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അനുമോള് ഇവരുടെ ട്രാപ്പിലാണുള്ളത്. ഒന്നുകിലും എന്ന് പറഞ്ഞ എന്തോ ഒരു രഹസ്യം ഇവർക്കറിയാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലാലേട്ടൻ തന്നെ ഒരിക്കൽ അനുമോളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് 3 പേരും ചേർന്ന് ബാത്റൂമിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോള് ഇവരുടെ അടിമയെ മാറുകയാണ് ചെയ്തത്. എന്താണ് അതിൻ്റെ സംഭവം? അവിടെയാണ് നമുക്ക് പിടിക്കാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവരെന്തോ ഒരു കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അനുമോളക്ക് ഇവരെ നല്ല രീതിയിൽ ഭയമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ 2 പേരും ചേർന്ന് എന്തോ ഒരു ട്രാപ്പിൽ അനുമോളെ പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ആ ബാത്റൂമിൽ എന്താണ് സംഭവിച്ചത് അത് നമ്മൾ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ കഴിയുള്ളൂ. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കഴിയുന്നതോടുകൂടി ഇവരുടെ ബന്ധം പൊട്ടിത്തകരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇപ്പോഴൊന്നും അനുമോള് പൊട്ടിക്കൂല. അതായത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനുമോൾ എന്തിനാണ് പിന്നെയും ആതിര നൂറന്മാരുടെ അടുത്തേക്ക് പോകുന്നത്? അവർക്ക് മാത്രമുള്ള എന്തോ ഒരു രഹസ്യം കയ്യിലുണ്ട്. അത് പൊട്ടിക്കരുതേ എന്ന് പറഞ്ഞിട്ടല്ലേ അനുമോള് പോകുന്നത്. അത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ അത് നല്ല കണ്ണോട് കൂടിയിട്ട് നോക്കണം, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. അതായത് പലതരത്തിലും ഈ അനുമോള ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച ഒരാൾ തന്നെയാണ് ഈ നമ്മുടെ ആതിര നൂറന്മാർ. അപ്പം അതുകൊണ്ട് അവരുമായിട്ട് എന്ന് പറയുന്നത് എപ്പോഴും തന്നെ നമ്മൾ ഇന്നലെ ഞാൻ വിചാരിച്ചറിയാം ഇനി ഇവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും രാത്രിയാകുമ്പോഴേ അനുമോളുടെ മറ്റേ അനുമോൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരുമായിട്ട് കോംപ്രമൈസ്, അതായത് അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് വേണ്ട, പുഴുത്ത ഇതുപോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞാലും അനുമോൾക്കത് അങ്ങോട്ട് പോകാതിരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, അനുമോളുടെ എന്തോ ഒരു സംഭവം ഇവരുടെ കയ്യിലുണ്ട്. അവരത് പൊട്ടിക്കും എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് ഈ പുറകെ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകള് അനുമോളെയും ചതിച്ചിട്ടുണ്ട്. അനുമോൾ അവിടെ എന്തോ കാണിച്ചപ്പോൾ അത് ഞങ്ങൾ പുറത്ത് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനായി ചെറിയൊരു ഹിന്റൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അനുമോൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ലാലേട്ടൻ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു 3 പേരും ചേർന്ന് എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ പോയത്, ഡ്രസ്സിങ് റൂമിൽ പോയത്. അതുമാത്രമല്ല അതിൻ്റെ അകത്ത് മൈക്കില്ലായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 പേരും പോയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വന്നത് എന്നൊക്കെയാണ് അന്ന് നമ്മൾ ചെറിയ തോതിൽ ലൈവിൽ അങ്ങനെയൊക്കെ നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ എന്തോ ഒരു കാര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ആ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അനുമോളെ അവിടെ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ഇപ്പോഴും അവരുമായിട്ട് കമ്പനിയിൽ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആകെ ഇവിടെ വോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരാൾ അനീഷ് മാത്രമാണെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.